ഇന്ന് നമുക്ക് നല്ല കിടിലനായിട്ടുള്ള 2 കീ ഹോൾഡർ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, വീഡിയോയിൽ ചെറിയൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കാം. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ആദ്യത്തെ കീ ഹോൾഡർ സെറ്റ് ചെയ്യുന്നത് മൾട്ടിവുഡിന്റെ പീസിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു മൾട്ടിവുഡിന്റെ പീസ് എടുത്തിട്ട് അതിൽ 4-5 ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേപ്പർ കട്ടർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത്. കുട്ടികൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാതെ ശ്രദ്ധിക്കാം. ഇതിന് മൾട്ടിവുഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ ഫോം ബോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെ 2-3 പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ശേഷം നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാനൊരു ലൈറ്റ് കളർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ബ്രൗൺ അടിച്ചു കൊടുത്ത് ഒന്ന് വുഡിൻ്റെ സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട്. അത് ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബീഡ്സ് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ക്ലേ വെച്ചിട്ട് കുറച്ച് ബീഡ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ ബീഡ്സ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് കളർ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണം. പിന്നെ ഗിഫ്റ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ എവിടെയെങ്കിലും ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ ആൻസർ നിങ്ങൾ എനിക്ക് ഗൂഗിൾ ഫോം വഴി അയച്ചു തരണം. ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. അപ്പം നമ്മൾ ബീഡ്സിന് ഹെയറും ഫേസൊക്കെ സെറ്റ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വുഡിൻ്റെ പീസിൽ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച എല്ലാ ബീഡ്സിലും ത്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമ്മുടെ വുഡ് പീസിൻ്റെ കട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ കീ ഇട്ട് കൊടുക്കാം. കീ ഇടുന്ന ടൈമിൽ വേണമെങ്കിൽ ആ ബീഡിന്റെ സെറ്റ് ഊരിയെടുത്തതിന് ശേഷം അതിലേക്ക് കീ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രെഡിന്റെ എൻഡിൽ ഒരു റിങ് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ കീ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് കീ ഹോൾഡർ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ID കാർഡ് വെക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മെഡൽസ് ഒക്കെ തൂക്കിയിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയുണ്ട് നമ്മുടെ കീ ഹോൾഡർ? ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. അടുത്തതും വുഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഡിഫറെൻറ്റ് സൈസുള്ള കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഫോം ബോർഡോ യൂസ് ചെയ്യാം. ഇനി സൈഡിൽ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. പിന്നെ ചെറിയൊരു പാളയുടെ പീസ് എടുത്തിട്ട് ഒരു വീടിന്റെ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്ത് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കവുങ്ങിന്റെ പാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഫോം ബോർഡോ യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഒട്ടിച്ച് വെച്ച വുഡ് പീസിന് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്തോളി. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തോളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ കളർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി വേറൊരു കളർ ചെയ്ത വുഡ് പീസ് എടുത്തിട്ട് അതിന്റെ സൈഡിൽ 4-5 ആണി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കുട്ടികളാരും ഇതേപോലെ ചെയ്യാൻ നിൽക്കരുത്. ശേഷം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത വുഡ് പീസിന്റെ താഴെയായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത വീട് കൂടി ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തെടുത്തത്? ആണിയുടെ മുകളിലെ ക്ലേ കൊണ്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കീ ഹോൾഡറും സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.